നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കും സാന്റയാകണോ? ഇതിനവസരമൊരുക്കിയിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം. വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി വരവായി. ക്രിസ്മസ് കാർഡുകൾ പങ്കിട്ടും സമ്മാനങ്ങൾ നൽകിയും പുൽക്കൂടൊരുക്കിയും ക്രിസ്മസ് ട്രീ അലങ്കരിച്ചുമൊക്കെ ഡിസംബറിനെ ആഘോഷമാക്കി മാറ്റുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ഇത്തരം സമ്മാനങ്ങൾ വാങ്ങി നൽകാനും അവ ലഭിക്കാനുമുള്ള ഭാഗ്യമില്ലാത്ത ധാരാളം പേർ നമുക്കിടയിലുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾ സർക്കാരിന്റെ വിവിധ ചിൽഡ്രൻസ് ഹോമുകളിൽ കഴിയുന്നു. അവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനം വാങ്ങി നൽകാൻ നിങ്ങൾക്കും അവസരമൊരുക്കുകയാണ് തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം. വിവിധ സർക്കാർ ചിൽഡ്രൻസ് ഹോമുകളിലെ കുട്ടികൾക്ക് ക്രിസ്മസ് സമ്മാനങ്ങൾ നൽകാൻ തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന ബഹുജന സഹകരണ പ്രവർത്തനമാണ് BA സാന്റ. ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി താൽപര്യമുള്ളവർക്ക് ഇതിനായി ലഭ്യമാക്കിയിരിക്കുന്ന ആമസോൺ വിഷ് ലിസ്റ്റിൽ നിന്ന് കുട്ടികൾ തന്നെ ആഗ്രഹം പറഞ്ഞ സമ്മാനങ്ങൾ വാങ്ങി തിരുവനന്തപുരം കളക്ട്രേറ്റിൽ ഏൽപ്പിക്കാവുന്നതാണ്. ഹോ 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 എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ക്രിസ്മസ് കാലത്ത് ഒരു പ്രത്യേക ദൗത്യവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. തിരുവനന്തപുരം ജില്ലാ ഭരണകൂടത്തിന്റെ BA സാന്റ ക്യാമ്പയിനിലൂടെ നമ്മുടെ സർക്കാർ ചിൽഡ്രൻസ് ഹോമുകളിലെ കുഞ്ഞുമക്കളുടെ മുഖത്ത് ഒരു കൊച്ചു പുഞ്ചിരി സമ്മാനിക്കാൻ നിങ്ങൾക്കും ഒരു സാന്റ ആകാം. ആമസോൺ വിഷ് ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്കിഷ്ടമുള്ള സമ്മാനങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചാൽ മതി. നിങ്ങൾ നൽകുന്ന ഓരോ സമ്മാനവും സ്നേഹവും പ്രതീക്ഷയും നൽകും. നിങ്ങളുടെ സമ്മാനങ്ങൾ ഡിസംബർ 25-ന് കളക്ടർ നേരിട്ട് ഈ മക്കൾക്ക് കൈമാറും. ഈ വർഷം നിങ്ങൾ തന്നെയാകട്ടെ ആ മാന്ത്രിക സാന്റ. നമുക്കൊരുമിച്ച് ഈ ക്രിസ്മസ് കൂടുതൽ മനോഹരമാക്കാം. കഴിഞ്ഞ 2 വർഷങ്ങളിലായി ജില്ലയിലെ സർക്കാർ ചിൽഡ്രൻസ് ഹോമുകൾ കേന്ദ്രീകരിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ കുട്ടികൾ ആഗ്രഹം പ്രകടിപ്പിച്ച 200ഓളം സമ്മാനങ്ങൾ പബ്ലിക് വിഷ് ലിസ്റ്റായി ഇട്ടിരുന്നു. ഈ സമ്മാനങ്ങൾ കേരളത്തിനകത്തും പുറത്തും നിന്നുള്ള സുമനസ്സുള്ളവർ വാങ്ങി നൽകിയിരുന്നു. 2 വർഷത്തെ വിജയകരമായ പ്രവർത്തനത്തെ തുടർന്ന് ഈ ക്രിസ്മസ് കാലവും പുഞ്ചിരികൾ നിറയ്ക്കുവാനായി BA സാന്റ 3ാം ഘട്ട പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഈ സമ്മാനങ്ങൾ വരുന്ന ക്രിസ്മസിന് ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികൾക്ക് ജില്ലാ കളക്ടർ കൈമാറും. ഈ പരിപാടിയുമായി കൈകോർക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു കുട്ടിയുടെ പുഞ്ചിരിയുടെ കാരണമാകാം. നാവികസേനാ ദിനത്തോടനുബന്ധിച്ച് ശംഖുമുഖം ഇതാദ്യമായി സേനയുടെ പോരാട്ട വീര്യവും കഴിവും തെളിയിക്കുന്ന കടൽ ശക്തി പ്രകടനത്തിന് വേദിയാകുന്നു. ഡിസംബർ 3-ന് സേനയുടെ വിവിധ യുദ്ധക്കപ്പലുകളും രക്ഷാപ്രവർത്തനത്തിന് യുദ്ധമുഖത്തുപയോഗിക്കുന്ന പോർവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ശംഖുമുഖത്തെ കടലിലും ആകാശത്തും ദൃശ്യവിസ്മയമൊരുക്കും. കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിലാണ് ഓപ്പറേഷൻ ഡെമോ എന്ന ദൃശ്യവിസ്മയം ഒരുക്കുക. ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ ഉച്ചയ്ക്ക് ശേഷം ശംഖുമുഖം ബീച്ചിൽ ഫുൾ ഡ്രസ് റിഹേഴ്സൽ നടക്കും. ശക്തിപ്രകടനം നടത്തുന്ന ഡിസംബർ 3-ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് മുഖ്യാതിഥിയായി എത്തുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വിമാനവാഹിനി കപ്പലടക്കം സേനയുടെ രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള യുദ്ധക്കപ്പലുകൾ, ചെറുകപ്പലുകൾ, പായ്ക്കപ്പലുകൾ, വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ എന്നിവയുൾപ്പെടെ ആവേശകരമായ ദൃശ്യവിസ്മയങ്ങളായിരിക്കും ശംഖുമുഖത്തെ കടലിലും ആകാശത്തും നാവികസേനാംഗങ്ങൾ കാഴ്ചവെക്കുക. മനുഷ്യന്റെ ജീവിതകാലത്ത് തലച്ചോർ 5 വ്യത്യസ്ത ദശകളിലൂടെ കടന്നുപോകുമെന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത്. 9, 32, 66, 83 വയസ്സുകളാണ് മസ്തിഷ്കത്തിന്റെ മാറ്റത്തിന്റെ ദശയിലെ നിർണായക പ്രായങ്ങൾ. 90 വരെ പ്രായത്തിലുള്ള 4000-ഓളം പേരിലാണ് ഗവേഷകർ പഠനം നടത്തിയത്. ജീവിതത്തിൽ ആർജിക്കുന്ന പുത്തൻ അറിവുകളോടും അനുഭവങ്ങളോടും പ്രതികരിച്ച് മസ്തിഷ്കത്തിന് പതിവായി മാറ്റമുണ്ടാകുന്നു എന്ന് മുൻപേ കണ്ടെത്തിയിരുന്നു. എന്നാൽ അതിന് കൃത്യമായ 5 ഘട്ടങ്ങളുണ്ടെന്നാണ് പുതിയ തിരിച്ചറിവ്. ബാല്യം ജനനം മുതൽ 9 വയസ്സുവരെ, കൗമാരം 9 മുതൽ 32 വയസ്സുവരെ, യൗവനം 32 മുതൽ 66 വയസ്സുവരെ, വാർദ്ധക്യത്തിന്റെ ആദ്യഘട്ടം 66 മുതൽ 83 വയസ്സുവരെ, വാർദ്ധക്യത്തിന്റെ അന്ത്യഘട്ടം 83 മുതൽ അങ്ങോട്ട്.
ചിലരിൽ ഈ ഘട്ടങ്ങൾ നേരത്തെയാകാം, ചിലരിൽ താമസിച്ചും. എന്നാൽ ഈ ഘട്ടങ്ങൾക്കിടയിൽ മാറ്റം വ്യക്തമായി പ്രകടമാകുന്നു എന്നതാണ് പ്രത്യേകതയായി ശാസ്ത്രജ്ഞർ പറയുന്നത്. ഫാം ടൂറിസം എല്ലാവർക്കും പരിചിതമായിരിക്കും. എന്നാൽ ക്ലസ്റ്റർ അധിഷ്ഠിത ഫാം ടൂർ എന്ന പൊതുവെ അത്ര പരിചിതമല്ലാത്ത ഒരു ആശയത്തെക്കുറിച്ചാണ് നല്ല വാർത്തയിലിനി. ഇത്തരമൊരു ശ്രമകരമായ ദൗത്യമാണ് തിരുവമ്പാടി പഞ്ചായത്തിലെ ഫാം ടൂറിസം സൊസൈറ്റിയുടെ കൃഷിക്കൂട്ടം ഏറ്റെടുത്ത് വിജയവഴിയിലെത്തിച്ചിരിക്കുന്നത്. ഈ കൃഷിക്കൂട്ടത്തിൽ അംഗമായ കർഷകരുടെ ഓരോ കൃഷിയിടത്തെയും ഓരോ ടൂറിസം കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു. ഇതുവഴി പുതുമയാർന്ന ടൂറിസം അനുഭവങ്ങളിലേക്ക് സഞ്ചാരികളെയും വിനോദയാത്രികരെയും എത്തിക്കുന്നു. കർഷകരുടെയും അതുവഴി നാടിന് പൊതുവിലുമുള്ള വരുമാന വർധനവ് സാധ്യമാക്കുക എന്നത് ലക്ഷ്യമിട്ടുള്ള നൂതന പദ്ധതിയാണിത്. സാധാരണ ഫാം ടൂറിസം സംവിധാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വ്യത്യസ്ത കാർഷിക മേഖലകളിൽ മികവ് തെളിയിച്ചതും അതോടൊപ്പം കാഴ്ചയ്ക്ക് ആകർഷകങ്ങളുമായ ഫാമുകളെ അല്ലെങ്കിൽ കൃഷിയിടങ്ങളെ ഒരു ഗ്രൂപ്പായി ഒരുമിച്ച് ചേർത്ത് അവയിലൂടെ ഒരു വിനോദ പഠനയാത്ര എന്ന നവീനമായ ഒരാശയമാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ഇതോടൊപ്പം ഇരവഞ്ഞിപ്പുഴയുടെയും പശ്ചിമഘട്ടത്തിന്റെയും സൗന്ദര്യം ആസ്വദിക്കാനും സാധിക്കുന്നതാണ്. തിരുവമ്പാടി പഞ്ചായത്തിലെ ഫാം ടൂറിസം സൊസൈറ്റിയായ ഇരവഞ്ഞി വാലി ടൂറിസം ഫാർമർ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് അജു എം മാനുവൽ. തിരുവമ്പാടി നമ്മൾ കണ്ടെത്തിയത് ഒരു കാഴ്ചയ്ക്ക് ഭംഗിയും അതോടൊപ്പം അതിന്റെ ഒരു വാല്യൂ ഉള്ള ഫാമുകളെ ഒന്നിച്ചു കൂട്ടി ഒരു ക്ലസ്റ്റർ ആക്കി മാറ്റി. തിരുവമ്പാടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റേറ്റ് നാഷണൽ അവാർഡ് കിട്ടിയ നിരവധി ഫാമുകൾ ഇവിടെയുണ്ട്. കാഴ്ചയ്ക്ക് ഭംഗിയുള്ള വ്യത്യസ്തങ്ങളായ ഫാമുകളുണ്ട്. ആ ഫാമുകളെ ഒന്നിച്ചു കൂട്ടി ഒറ്റ ക്ലസ്റ്റർ ആക്കി മാറ്റി ഈ ഫാമുകളിലൂടെ യാത്ര. ഇപ്പോൾ വൺ ഡേ ടൂറിന് വരുന്ന ആളുകൾക്ക് ഒരു ദിവസം നമ്മൾ തിരുവമ്പാടി സ്റ്റാർട്ട് ചെയ്ത് തിരുവമ്പാറ ആനക്കാമ്പൂർ വഴി തിരിച്ച് പൊന്നിക്കൽ വഴി തിരുവമ്പാടി എത്തുന്ന രീതിയിൽ ഒരു ടൂർ ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ വന്ന് ഇപ്പൊ നമ്മുടെ കൂടെ തന്നെ സ്റ്റേക്കുള്ള സൗകര്യങ്ങൾ ആൾക്കാരുണ്ട്, അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ മറ്റു ഫാമുകളിൽ വിസിറ്റ് ചെയ്യാം. ഇതിനുള്ളൊരു സംവിധാനമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പൊ ഈ കർഷകർക്ക് ഒരു വരുമാന മാർഗം എന്നുള്ളതാണ് ഇതിന്റെ ഒരു അടിസ്ഥാന ലക്ഷ്യം. മത്സ്യകൃഷിയുണ്ട്, അലങ്കാര മത്സ്യകൃഷിയുണ്ട്, ആടിന്റെ കൃഷി, പശുവിൻ്റെത്, അതുപോലെ തെങ്ങ്, ജാതി, സമ്മിശ്ര കൃഷി തുടങ്ങി വ്യത്യസ്തങ്ങളായ ഫാമുകൾ, തേനീച്ച തുടങ്ങിയെല്ലാം ഉൾപ്പെടുന്ന വിവിധങ്ങളായ ഫാമുകളിലൂടെ ഒരു യാത്രയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. നയനമനോഹരവും ആസ്വാദ്യകരവുമായ കൃഷിയിടങ്ങളിലൂടെയുള്ള ഏകദിന യാത്ര അതാണിവിടെ സാധ്യമാക്കുന്നത്. കാഴ്ചയുടെ മനോഹാരിതയ്ക്കും മാനസിക ഉല്ലാസത്തിനുമൊപ്പം കൃഷി സംബന്ധമായ ആധികാരിക പഠനവും ഈ യാത്രയിലൂടെ സാധിക്കുന്നു. അതുപോലെ കപ്പയും അപ്പവും അടങ്ങുന്ന പ്രഭാത ഭക്ഷണം, നാടൻ പച്ചക്കറി ഇനങ്ങൾ അടങ്ങിയ നോൺ വെജ് സദ്യ എന്നിങ്ങനെ ഗ്രാമീണ ഭക്ഷ്യവിഭവങ്ങൾ സ്വന്തമായി തയ്യാറാക്കി ഫാമുകളിൽ വച്ച് തന്നെ സന്ദർശകർക്ക് നൽകുന്നു. എന്താ, ഒന്ന് പോയാലോ? ഋഷികേശിൽ 117 മീറ്റർ ഉയരത്തിൽ നിന്ന് ബംഗി ജമ്പ് ചെയ്ത് 83 വയസ്സുള്ള ബ്രിട്ടീഷ് വനിത റെക്കോർഡ് സൃഷ്ടിച്ചു. ഈ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇവരുടെ ധൈര്യത്തിനെ പ്രശംസിച്ചുകൊണ്ട് നിരവധി പോസ്റ്റുകളാണ് വരുന്നത്. നിർഭയമായി സന്തോഷത്തോടെ നൃത്തം ചെയ്തുകൊണ്ടാണ് അവർ ഈ സാഹസിക പ്രകടനത്തിനൊരുങ്ങിയത്. ഒലീന ബൈക്കോ എന്ന ഈ വിദേശ വനിത സാഹസികതയുടെ കാര്യത്തിൽ പ്രായം ഒരു തടസ്സമല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ്. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത feedback@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.